ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ രണ്ടാമത്തെ പാഠം നമ്മൾ രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 7ാമത്തെ പാഠത്തിൻ്റെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ 8ാമത്തെ പാഠമായ പച്ചില തുമ്പിലൂടെ എന്നുള്ള 8ാമത്തെ പാഠത്തിൻ്റെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്നും പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്നാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ നമ്മുടെ 8ാമത്തെ പാഠത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പച്ചിലത്തുമ്പിലൂടെ എന്നാണ് നമ്മുടെ 8ാമത്തെ പാഠത്തിൻ്റെ പേര്. 100ാമത്തെ നമ്മളെ 100ാം പേജ് നമ്പർ 100 തൊട്ട് 109 വരെ അല്ലേ പാഠമുള്ളത്. ചെറിയ പാഠം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠത്തിൻ്റെ ഫസ്റ്റ് പേജ്. അപ്പോൾ അവിടെ ആരുടെ ചിത്രം കൊടുത്തിരിക്കുന്നത്? അതെ, കവി അയ്യപ്പ പണിക്കരുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ 4 വരി കവിത ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മഴ പെയ്തു ഭൂമി കുളിർത്തു, ഒരു കതിർ നീണ്ടു ഭൂമി പൊലിച്ചു. അല്ലേ, മഴ പെയ്തു എന്താ ചെടി മുളച്ചു വരികയാണ്. ആ ഒരു ചെടികൾ മുളച്ചു വരുന്നു, ഭൂമി എന്താവുന്നു, ഭംഗിയാവുന്നു അല്ലേ. ഇപ്പൊ മഴയില്ലാത്ത വേനൽക്കാലം എങ്ങനെയായിരിക്കും? വരണ്ട കാലാവസ്ഥ ഇരിക്കും. എന്നാൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാലും എങ്ങും പച്ചപ്പായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പാഠം വായിക്കാം. എന്നിട്ട് നമുക്ക് പാഠത്തിൽ എന്താണ് പറയുന്നത്, ചോദ്യോത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മഴ പെയ്തു, മണ്ണ് കുളിർത്തു, വെണ്ട വിത്തും മത്തൻ വിത്തും നനഞ്ഞ മണ്ണിൽ പുതഞ്ഞു കിടന്നു. വിത്തുകൾ മുളപൊട്ടി, തളിരിലകൾ തല നീട്ടി. അവർ മുകളിലേക്ക് നോക്കി. ഹായ് നീലാകാശം, ചുറ്റിലും പച്ചയുടുപ്പിട്ട ചെടികൾ, പല തരത്തിൽ പല വലുപ്പത്തിൽ. വെണ്ടയും മത്തനും പതിയെ വളർന്നു. അപ്പൊ ആരാണ് മഴ പെയ്തപ്പോ ഏത് വിത്തുകളാണ് മുളച്ചു വന്നത്? വെണ്ട വിത്തും മത്തൻ വിത്തും അല്ലേ. ഇതിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ സാധാരണ മണ്ണിൽ കിടക്കുന്ന വിത്തുകളൊക്കെ ചിലപ്പോൾ വെള്ളം കിട്ടാത്ത കൊണ്ടായിരിക്കാം അങ്ങനെ കിടക്കുന്നുണ്ടാവുക. പക്ഷെ ആവശ്യത്തിന് വെള്ളം ഉണ്ടെങ്കിൽ വിത്തുകൾ മുളച്ചു വരുള്ളൂ അല്ലേ. ഈ മഴയൊക്കെ ഒന്ന് പെയ്ത് കഴിഞ്ഞ് പുതിയ ഇങ്ങനെ ചെടികളൊക്കെ മുളച്ചു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഇങ്ങനെ ഇതുപോലെ പുതിയ ഇങ്ങനെ ചെറിയ വിത്ത് മണ്ണിൻ്റെ അടിയിൽ ചെറിയ ചെടികളൊക്കെ ഇങ്ങനെ മുളച്ചു വരുന്നുണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ മണ്ണിൻ്റെ ഉള്ളിൽ ഒളിച്ചു കിടന്ന, അത് മണ്ണിൽ ഇങ്ങനെ കിടന്ന ആരായിരുന്നു? വെണ്ട വിത്തും മത്തൻ വിത്തും ആ മണ്ണിൽ നനവൊക്കെ പറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു? മഴവെള്ളമൊക്കെ വീണ് നനവൊക്കെ പറ്റിയപ്പോൾ പതിയെ വിത്തുകൾ മുള പൊട്ടിയിട്ട് പുറത്തോട്ട് വന്നു അല്ലേ. അങ്ങനെ തളിരിലകൾ തല നീട്ടി എന്ന് വെച്ചാൽ ആ പുതിയ ഇലകൾ മെല്ലെ പുറത്തോട്ട് ഇങ്ങനെ തല നീട്ടി നോക്കുകയാണ്. അവരെന്ത് കണ്ടു? വെണ്ടയും മത്തനും എന്ത് കണ്ടു? അതെ, ആദ്യമായിട്ടൊരു നീലാകാശം കാണുകയാണ് അല്ലേ. പിന്നെയോ അവരുടെ ചുറ്റും എന്തൊക്കെയാണ്? പല ചെടികളും ഉണ്ട് അല്ലെ. ചുറ്റിലും പച്ച ഉടുപ്പിട്ട ചെടികളുണ്ട്. അതും പല തരത്തിൽ പല വലുപ്പത്തിലാണ്. അപ്പൊ ആരെല്ലാം ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ? വെണ്ടയും മത്തനുമാണ് അല്ലേ. വെണ്ടയും മത്തനും ഇങ്ങനെ നോക്കണം, എല്ലാ ചെടികളെയും നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവർ പതിയെ അവർ വളരാൻ തുടങ്ങി. വെണ്ട ചെടി മുട്ടിട്ട് തുടങ്ങി. അപ്പൊ കുറെ ദിവസങ്ങൾ കഴിഞ്ഞുവേ. അപ്പൊ എന്താണ്? വെണ്ടച്ചെടി പതിയെ മുട്ടിട്ട് തുടങ്ങി. മുട്ടുകളൊക്കെ വിരിഞ്ഞു, മഞ്ഞപ്പൂക്കളായി. പൂക്കൾ കൊഴിഞ്ഞു, കായകൾ നീണ്ടു വന്നു. വെണ്ടച്ചെടി തല ഉയർത്തി നിവർന്നു നിന്നു. മത്തൻ തല താഴ്ത്തി നിലത്ത് ഇഴഞ്ഞു തുടങ്ങി. മത്തന് സ്പ്രിംഗ് പോലെ കൈകൾ നീണ്ടു വന്നു. അത് വെണ്ടച്ചെടിയുടെ തണ്ടിൽ ചുറ്റി മുകളിലേക്ക് കയറാൻ നോക്കി. വെണ്ടച്ചെടിക്ക് സംശയമായി. ഹേ, നീ എന്തിനാണ് എന്റെ തണ്ടിൽ പിടിച്ചു കയറുന്നത്? എന്തിനാ ഇങ്ങനെ മണ്ണിൽ ഇഴയുന്നത്? നിനക്ക് നിവർന്നു നിന്നുകൂടെ? അപ്പൊ എന്താണ് മത്തനും വെണ്ടയും തമ്മിലുള്ള വ്യത്യാസം? എന്താ? മത്തന് ചെടിയായിട്ട് ഇങ്ങനെ നീണ്ട് വളരും. പക്ഷെ നമ്മുടെ മത്തൻ എങ്ങനെയാ? ഇഴഞ്ഞു പോകും അല്ലേ. പാമ്പ് പോലെ ഇഴഞ്ഞ് നിലത്തൂടെ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന ഒരു ചെടിയാണ് മത്തൻ ചെടി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. വെണ്ടച്ചെടി ഇങ്ങനെ വളർന്നു വലുതായി, അതിന് മുട്ടൊക്കെ ഇട്ടു, പൂക്കളൊക്കെ വിരിഞ്ഞു. വെണ്ടയുടെ പൂക്കളുടെ നിറം എന്താ? മഞ്ഞ നിറമാണ് അല്ലേ. അപ്പൊ അങ്ങനെ മഞ്ഞ പൂക്കളൊക്കെ വന്നു. അതെന്തായി? വെണ്ടയാവാൻ തുടങ്ങി. വെണ്ട കായകളൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ മത്തൻ ഇങ്ങനെ ഇഴഞ്ഞു പോയിട്ട് അതും വളരുന്നുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാണ്? മത്തൻ ചെടിയൊക്കെ എങ്ങനെയായിരിക്കും? സ്പ്രിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. മത്തൻ ചെടി കണ്ടവർക്ക് അറിയാം. അതെന്ത് ചെയ്യും? അവിടെ ഇവിടെയുള്ള കമ്പുകളിലും അതുപോലെ തന്നെ എന്തൊക്കെ ചെടികളുണ്ടോ അതിലെല്ലാം ഇങ്ങനെ അതെല്ലാം സ്പ്രിങ് എല്ലാം ചുറ്റിട്ട് അത് മേലോട്ട് കയറാൻ നോക്കും അല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ വെണ്ടച്ചെടിയെ പിടിച്ചിട്ട് കയറാൻ നോക്കുമ്പോൾ ചോദിക്കണം, വെണ്ടയ്ക്ക് സംശയം, നീ എന്തിനാണ് ഇങ്ങനെ മണ്ണിൽ ഇഴയുന്നത്? നിനക്ക് എന്നെ പോലെ നിവർന്ന് നിന്നൂടെ എന്ന് ചോദിക്കുകയാണ്. പറ്റുമോ അങ്ങനെ? ഇല്ല അല്ലേ. അപ്പോൾ നമ്മുടെ മത്തൻ എന്ത് പറഞ്ഞു? എനിക്ക് സ്വന്തമായി നിവർന്നു നിൽക്കാൻ കഴിയില്ല. മത്തൻ വള്ളി പുഞ്ചിരിച്ചു. ഞാൻ സഹായിക്കാം, കറിവേപ്പ് പറഞ്ഞു. അപ്പൊ ഇത് കണ്ട് അപ്പൊ മത്തൻ വള്ളി പറഞ്ഞു, എനിക്ക് നിവർന്നു നിൽക്കാൻ സ്വന്തമായി നിവർന്നു നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കറിവേപ്പ് വന്നു അല്ലെ. കറിവേപ്പ് എന്താ അറിയാലോ അല്ലെ, കറിവേപ്പില. അപ്പൊ കറിവേപ്പില ഉണ്ടാകുന്ന ആ ഒരു മരത്തിന് കറിവേപ്പ് എന്ന് പറയും. അപ്പൊ കറിവേപ്പ് പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കാന്ന് പറയാണ്.
മത്തൻ വള്ളി കറിവേപ്പിന്റെ ചില്ലയിലേക്ക് പടർന്നു കയറി. വെണ്ട ചങ്ങാതി നോക്ക്, ഞാൻ നിനക്കൊപ്പം ഉയരത്തിലായി. വെണ്ട ചെടിക്ക് സന്തോഷമായി. അപ്പൊ മത്തൻ വള്ളി കറിവേപ്പില ഇങ്ങനെ ചുറ്റി ചുറ്റി കയറി. അങ്ങനെ മത്തൻ മുകളിലോട്ട് കയറി അല്ലേ. അങ്ങനെ വെണ്ടയോടൊപ്പം എത്തി. അങ്ങനെ വെണ്ടച്ചെടിയോട് പറയാണ്, ഞാനിപ്പോ നിനക്കൊപ്പം ഉയരത്തിലായെന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടപ്പോ വെണ്ടച്ചെടിക്കും സന്തോഷമായി അല്ലേ. എനിക്ക് ദൂരേക്ക് വിത്ത് വിതറാൻ കഴിയുമല്ലോ, വെണ്ടച്ചെടി വിളിച്ചു പറഞ്ഞു. അതെങ്ങനെ? മത്തൻ വള്ളി കണ്ണുകൾ വിടർത്തി. അപ്പൊ നമ്മുടെ മത്തനോട് വെണ്ട പറയുകയാണേ, എനിക്ക് വിത്ത്, അതായത് കായിൽ നിന്നുണ്ടാകുന്ന വിത്ത് അല്ലേ, എനിക്ക് വിത്ത് എന്ത് ചെയ്യാൻ പറ്റും? ദൂരേക്ക് വിതറാൻ സാധിക്കും എന്ന് പറയുകയാണേ. മത്തന് സാധിക്കുമോ അങ്ങനെ? ഇല്ല അല്ലെ, വെണ്ടയ്ക്ക് പറ്റും. പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക. അതായത് ഇപ്പൊ മത്തന്റെ ചെടിയിൽ തന്നെ നിന്നിട്ട് എന്ത് സംഭവിക്കും? ആ കായ, അതായത് വെണ്ടക്കായ ഉണങ്ങും അല്ലെ. ഉണങ്ങി അതിനുള്ളിൽ എന്തുണ്ടാവും? വിത്ത് ഉണ്ടാവും. എന്നിട്ട് നമ്മളത് വലിക്കുന്നില്ലെങ്കിൽ തനിയെ തന്നെ ആ വെണ്ടക്കായ പൊട്ടിയിട്ട് തെറിക്കും. അതിനുള്ളിലുള്ള വിത്തുകൾ കുറച്ച് ദൂരത്തേക്ക് തെറിച്ചു വീഴും. ഓക്കെ, അവിടെ കിടന്ന് പുതിയ ചെടികൾ ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അതാണ് പറയണത്, വെണ്ടച്ചെടി പറയണത്. മത്തൻ വള്ളി ചോദിക്കുകയാണ്, അതെങ്ങനെയെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ കാണിച്ചു തരാം. വെണ്ടച്ചെടിയിൽ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു. വിത്തുകൾ 4 പാടും ചിതറി. ആഹാ, കൊള്ളാമല്ലോ സൂത്രം. മത്തന് അത്ഭുതമായി. അപ്പൊ ഇതുപോലെയുള്ള ചെടികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഇങ്ങനെയുള്ള കായ പൊട്ടിയിട്ട് വിത്തുകൾ കുറച്ച് ദൂരത്തേക്കൊക്കെ തെറിച്ചു പോകുന്ന ചെടികൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഏതാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്നാൽ കനകാമ്പരപ്പൂ അല്ലെ, കനകാമ്പരപ്പൂ കണ്ടിട്ടില്ലേ? ആ കനകാമ്പരത്തിന്റെ വിത്ത് ഇതുപോലെയാണ്. ഇങ്ങനെയുള്ള ചെറിയ നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും. അതായത് ഉണ്ടാവുന്ന ഒരു കായ പൊട്ടിയിട്ട് വിത്തുകൾ തെറിക്കും. ഓക്കെ, അപ്പൊ അതേപോലെ ഒന്നാണ് നമ്മുടെ വെണ്ടയും. ഈ കാഴ്ച കണ്ട അപ്പൂപ്പൻ താടി പറന്നു വന്ന് മത്തൻ വള്ളിയിൽ ഇരുന്നു. നീ എങ്ങനെ ഇവിടെ എത്തി? മത്തൻ വള്ളി ചോദിച്ചു. അപ്പൂപ്പൻ താടി മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ദൂരേക്ക് പറന്നുപോയി. അപ്പൊ ഈ കാഴ്ച കണ്ട് ആര് വരികയാണ്? അപ്പൂപ്പൻ താടി പറന്നു വന്ന് മത്തൻ വള്ളിയിൽ ഇരിക്കുകയാണ് അല്ലെ. അടുത്തൊന്നാണ് അപ്പൂപ്പൻ താടി. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും അല്ലെ, അപ്പൂപ്പൻ താടി. അപ്പൊ ഈ അപ്പൂപ്പൻ താടിയുടെ താഴെ കാണുന്ന ഇതില്ലേ, ഇതാണ് ആ മരത്തിന്റെ വിത്താണ്, ആ ചെടിയുടെ ഒരു വിത്താണ്. മരമാണ് ആവുക കേട്ടോ. അപ്പൂപ്പൻ താടി മരമാണ് ആവുക. അപ്പൊ അതിന്ന് ആ കായ പൊട്ടിയിട്ട് അതിനുള്ളിൽ അപ്പൂപ്പൻ താടിയായിട്ട് ഇതിങ്ങനെ പറന്നു വരും. ഓക്കെ, അതിനുള്ളിലെല്ലാം വിത്താണ് ഈ പറന്നു വരുന്നത്. ഓക്കെ, ഈ വിത്താണ് പറന്നു വരുന്നത്. ഇത് എവിടെയെങ്കിലും പോയി വീണിട്ട് അവിടെ ആ ചെടി ഉണ്ടാവുകയാണ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പൊ അപ്പൂപ്പൻ താടി ഇങ്ങനെ കാറ്റത്താണ് ആ വിത്തപ്പം എന്താണ്, കാറ്റിലൂടെ പറന്നു പോകും അല്ലെ. കാറ്റിലൂടെ ദൂരേക്ക് പറന്നു പോയി അവിടെയൊക്കെ ചെടികൾ ഉണ്ടാവും. അപ്പൂപ്പൻ താടി എന്തോ മത്തൻ വള്ളിയുടെ ചെവിയിൽ വന്ന് മന്ത്രിച്ചു അല്ലെ. നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് മത്തൻ വള്ളി അപ്പൂപ്പൻ താടിയോട് ചോദിച്ചപ്പോ അപ്പൂപ്പൻ താടി എന്ത് ചെയ്തു? മത്തൻ വള്ളിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു എന്തോ ഒന്ന് പതുക്കെ പറഞ്ഞു. എന്നിട്ട് ദൂരേക്ക് പറന്നുപോയി. അപ്പൊ ചോദ്യം നോക്കൂ, ക്വസ്റ്റ്യൻ എന്താണ്? എന്തായിരിക്കും അപ്പൂപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാവുക? മത്തൻ വള്ളിയോട് എന്തായിരിക്കും അപ്പൂപ്പൻ താടി പറഞ്ഞിട്ടുണ്ടാവുക? കാറ്റത്ത് എങ്ങനെ നീ ഇവിടെ എത്തിയെന്നല്ലേ ചോദിച്ചത് മത്തൻ വള്ളി. കാറ്റത്ത് പറന്നു വന്നു. വെണ്ടച്ചെടി കാണിച്ച സൂത്രം എന്തായിരുന്നു? വെണ്ടച്ചെടിയിലെ ഉണങ്ങിയ കായ പൊട്ടിത്തെറിച്ചു. വിത്തുകൾ 4 പാടും ചിതറി. കഥയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഗം ചിത്രമാക്കാം. അത് നിങ്ങൾ ചെയ്യില്ലേ? നിങ്ങൾക്ക് ഇതിൽ ഏത് ഭാഗമാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അതെന്ത് ചെയ്യുക? വൃത്തിയായിട്ട് ചിത്രമായി വരച്ച് നല്ല കളറൊക്കെ കൊടുക്കുക കേട്ടോ. അടുത്തത് ശ്രീബുദ്ധന്റെ വരികളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? മരങ്ങളും വള്ളികളും മൃഗങ്ങളും ഒക്കെയാണ് മനുഷ്യന്റെ ഉറ്റ ബന്ധുക്കൾ. ആര് പറഞ്ഞതാണ്? ശ്രീബുദ്ധൻ. അടുത്ത ടോപ്പിക് ഇലയും കറിയും. അപ്പൊ നമ്മൾ നമുക്കറിയാം പല കറികളെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ. പക്ഷെ ഇലക്കറികളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? അത് നമ്മൾ ചീരക്കറി, മുരിങ്ങക്കറിയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അങ്ങനെ ഒരുപാട് ഇലക്കറികളുണ്ട്. ചീരയും മുരിങ്ങയും അല്ലാണ്ട് വേറെ ഒരുപാട് ഇലക്കറികൾ ഉണ്ട് കേട്ടോ. അതാണ് ഇവിടെ പറയണത്. അതുപോലെ നമ്മൾ ഇതുപോലെ പയറില കറി വെക്കുന്ന എത്ര പേർക്ക് അറിയാം? പയറിന്റെ ഇല, അതുപോലെ മത്തന്റെ ഇല ഒക്കെ കറി വെക്കും. അങ്ങനെ ചില വെജിറ്റബിൾസ്, പച്ചക്കറികളുടെ ഇലകള് കറി വെക്കാൻ ഉപയോഗിക്കും. കറി വെക്കുക വെച്ചാൽ ഉപ്പേരി, തോരൻ പോലെയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ ഏതൊക്കെയാണോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇലകൾ ഏതൊക്കെയാണ്, അതാണ് ഇവിടെയുള്ള ഈ കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, ഈ പാട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. എത്ര ഇലക്കറി അറിയാം പറയുക, ഏതില നിങ്ങൾ കറി വയ്ക്കും? നിങ്ങളോടാണ് ചോദ്യം കേട്ടോ. എത്ര ഇലക്കറികൾ നിങ്ങൾക്ക് അറിയാം പറയൂ, ഏതിലയാണ് നിങ്ങൾ കറി വെക്കുക? മത്തനിലക്കറി അറിയാം ഞങ്ങൾ, കുമ്പളയിലയും കറി വെക്കും. ചുവന്ന ചീര,
പച്ചച്ചീര മുള്ളൻ ചീര കറിയറിയാം, പയറിലയറിയാം, ചേമ്പിലയറിയാം, മുരിങ്ങയിലയും കറി വയ്ക്കും, താളും തകരിയും അറിയാം, പിന്നെ തഴുതാമക്കറി അറിയാമേ, പുതിനയിലയും കറിവേപ്പിലയും കറിയിൽ ചേരും, മല്ലിയില എത്ര ഇലക്കറി അറിയാം, പറയുക ഏതില നിങ്ങൾ കറി വെക്കും. ഇവിടെ നമുക്ക് എത്ര ഇലകൾ പറഞ്ഞൂലേ. മത്തന്റെ ഇല കറി വെക്കാൻ പറ്റും, അതുപോലെ കുമ്പളത്തിന്റെ ഇല, കുമ്പള ഇല കറി വെക്കും, ചുവന്ന ചീര, പച്ചച്ചീര, മുള്ളൻ ചീരയൊക്കെ കറി വെക്കുന്നതാണ്. പിന്നെ പയറില, ചേമ്പില, മുരിങ്ങയില കറി വെക്കാൻ ഉപയോഗിക്കും, താള്, തകര, തഴുതാമ ഇതെല്ലാം കറി വെക്കാൻ പറ്റുന്ന ഇലകളാണ്. പിന്നെയോ അത് കൂടാതെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പുതിനയില, കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലെ, മല്ലിയിലയൊക്കെ. അങ്ങനെ ഒരുപാട് ഇലകളും കൂടെ ചേരുമ്പോഴാണ് എന്താവുക, നമ്മുടെ ഒരു എന്താണ് നമ്മൾ കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഇലകളുണ്ട് അല്ലെ. നമുക്ക് ചുറ്റും തന്നെ ധാരാളം പോഷക ഗുണങ്ങളുള്ള ഇലകളുണ്ട്. അപ്പൊ നമ്മൾ ആഹാരത്തിൽ അത്തരം പോഷകങ്ങളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തണം, തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭക്ഷണമായി ഉപയോഗിക്കാറുള്ള ഇലകൾ ഏതെല്ലാം എഴുതി നോക്കാം. മത്തനില, കുമ്പളയില, ചുവന്ന ചീര, പച്ചച്ചീര, മുള്ളൻ ചീര, പയറില, ചേമ്പില, മുരിങ്ങയില, താള്, തകര, തഴുതാമ, പുതിനയില, കറിവേപ്പില, മല്ലിയില. അടുത്ത ചോദ്യം, ഇല കൊണ്ടുള്ള ഒരു വിഭവം തയ്യാറാക്കാവുന്ന വിധം വീട്ടിൽ അന്വേഷിച്ച് പാചകക്കുറിപ്പ് എഴുതുക. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്ന ഒരു ചോദ്യം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതല്ലാണ്ട് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഇല കൊണ്ടുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വിഭവം എന്ത് ചെയ്യുക, എഴുതാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, അമ്മയോടോ അച്ഛനോടോ അമ്മമ്മയോടോ ആരോട് വേണമെങ്കിലും ചോദിച്ചിട്ട് എഴുതുക കേട്ടോ. എഴുതുക, ഒരു പാചകക്കുറിപ്പാണ് എഴുതേണ്ടത്. നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ചീരത്തോരനാണ്. ആവശ്യമായ ചേരുവകൾ, അപ്പൊ ഇത് നമുക്കറിയുന്ന രീതിയിലാണ്, ഓരോരുത്തരും ഓരോ രീതിയിലാണ് വെക്കുക. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ വീട്ടിലുണ്ടാക്കുക ആ ഒരു രീതിയിൽ എഴുതുക. ചീര ഒരു കട്ടി, അതായത് ഒരു പിടി, തേങ്ങ ചിരണ്ടിയത് 1/4 കപ്പ്, വെളുത്തുള്ളി 2 പൊത്ത്, കറിവേപ്പില കുറച്ച്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, എണ്ണ 1 ടീസ്പൂൺ. തയ്യാറാക്കാവുന്ന വിധം: ചീര നന്നായി കഴുകി ചെറുതായി അരിയുക, തേങ്ങ, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ കൂടി ചേർത്ത് ചതച്ചെടുക്കുക, പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കറിവേപ്പില ചേർക്കുക, ചീരയും തേങ്ങാ മിശ്രിതവും ചേർത്ത് ഇളക്കുക, മൂടി കുറച്ചു നേരം വേവിക്കുക. എന്ത് തയ്യാറാകും? നമ്മുടെ അടിപൊളി ചീരത്തോരൻ തയ്യാർ. അടുത്ത ചോദ്യം, ഇലകളെ നിരീക്ഷിക്കാം. നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിയ ഇലകൾ ഏതൊക്കെയാണ്, ചെറിയ ഇലകൾ ഏതൊക്കെയാണ്? ചുറ്റുപാടും നിരീക്ഷിച്ച് കണ്ടെത്താം, പട്ടികപ്പെടുത്താം. അപ്പൊ നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ, അതായത് നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കുകയല്ലേ, പല തരത്തിലുള്ള ഇലകൾ ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുന്നത്, ഇപ്പൊ ചേമ്പില തന്നെ നമുക്ക് പറയാം, ധാരാളമായി കാണുന്ന ഒരു ഇലയാണ് ചേമ്പില. അപ്പൊ നിങ്ങളുടെ കൈപ്പത്തിയേക്കാൾ വലിയ ഇലയാണോ ചെറിയ ഇലയാണോ ചേമ്പില? വലുതാണ് അല്ലേ. ചെറിയ ഇല പറയുമ്പോൾ പറയാം പുളിയില. പുളിയില പറയണത് എങ്ങനെയാണ്? അല്ലെങ്കിൽ തുമ്പപ്പൂവിന്റെ ഇല, തുമ്പയില, ഇതൊക്കെ എങ്ങനെയാ? നമ്മുടെ കൈപ്പത്തിനേക്കാളും ചെറിയ ഇലകളാണ് അല്ലേ. അപ്പൊ അതെന്ത് ചെയ്യുക, വലിയ ഇല ചെറിയ ഇല പറഞ്ഞിട്ട് പട്ടികപ്പെടുത്തി എഴുതുക കേട്ടോ. അടുത്തത്, ഋഷിതയുടെ ഡയറി. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് കുപ്പിയിലെ വെള്ളത്തിൽ ഞാനൊരു ചെടി വെച്ചിരുന്നു. അതിൽ കുഞ്ഞു വേരുകൾ വരാൻ തുടങ്ങിയത് ഇന്നാണ്. ഞാൻ അതിലേക്ക് കുറേ നേരം നോക്കി നിന്നു. ഋഷിതയുടെ ഡയറി വായിച്ചല്ലോ. മണ്ണില്ലാതെ വളരുന്ന സസ്യങ്ങളുണ്ടോ? ഉണ്ട് അല്ലെ, തീർച്ചയായിട്ടും ഉണ്ട്. അന്വേഷിച്ചറിയാം, കൂട്ടുകാരുമായി പങ്കുവയ്ക്കാം. അപ്പൊ നമുക്ക് പറയാൻ പറ്റും, മണ്ണില്ലാതെ വളരുന്ന ചെടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന ചെടി ഏതായിരിക്കും? അതെ, മണി പ്ലാന്റ് അല്ലേ. ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലുണ്ടാവുന്നതാണ്. അത് ഈ പറഞ്ഞ പോലെ ചിത്രത്തിലുള്ളത് മണി പ്ലാന്റ് തന്നെയാണ്. ഇതുപോലെ ഇങ്ങനെ ചെറിയ ബൗളിലൊക്കെ നമ്മളിങ്ങനെ ഇട്ട് വെക്കും. അതെന്താണ്, വെള്ളത്തിൽ ഇട്ടാൽ മതി, തനി അതിൽ വേരുകൾ വരും, വെള്ളം മതി അതിന് വളരാൻ അല്ലേ. മണ്ണില്ലാതെ വളരുന്ന സസ്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ താമര, അതിന് മണ്ണ് ആവശ്യമില്ല. അതുപോലെ നീർത്തുളസി, മണി പ്ലാന്റ്, ഹൈസിന്ത്, ഇതിനൊന്നും എന്ത് ആവശ്യമില്ല, നമുക്ക് വെള്ളത്തിൽ വളരുന്ന ചെടികളാണ്. അടുത്തത്, രൂപങ്ങൾ നിർമ്മിക്കാം. ഇലകൾ ഒട്ടിച്ചു ചേർത്ത് രൂപങ്ങൾ തയ്യാറാക്കാം. നല്ല ഭംഗിയുണ്ട് അല്ലേ, എത്താത്തമ്മയെ കാണാൻ നോക്കൂ, ഇല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ ഇത് എന്താ, ചെമ്പരത്തിന്റെ ഇലയാ തോന്നുന്നു അല്ലെ. ചെമ്പരത്തി ഇലയും പ്ലാവിലൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ നല്ല ഭംഗിയുണ്ടാകും. ക്ലാസ്സിലൊക്കെ കൊണ്ടുപോയിട്ട് പ്രസന്റ് ചെയ്താൽ നല്ല ടീച്ചർ ഒരുപാട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും, ക്ലാസ്സിൽ ഒട്ടിക്കാനൊക്കെ പറയും അല്ലേ. അപ്പൊ നല്ല ഭംഗിയുണ്ട് തത്തമ്മയെ കാണാൻ. ഇതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ പല രൂപത്തിലുള്ള ഇലകൾ കണ്ടെത്തിയിട്ട് അതെന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ഒട്ടിച്ചിട്ട് ഇതുപോലെ ചിത്രമാക്കുക, ചിത്രത്തിന്റെ രൂപം തയ്യാറാക്കുക. അടുത്ത ചോദ്യം, അടുത്ത ടോപ്പിക്, തെങ്ങ്. തെങ്ങ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കോക്കനട്ട് ട്രീ അല്ലേ. തെങ്ങ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ, ഇല്ല തന്നെയല്ലേ ഉത്തരം. എല്ലാവരും കണ്ടിട്ടുള്ള ഒരു വൃക്ഷം തന്നെയാണ് തെങ്ങ് എന്ന് പറയുന്നത്. അപ്പോ എന്താണ്, നമ്മുടെ കേരവൃക്ഷം അല്ലേ തെങ്ങ്. തെങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ തെങ്ങ്, ഒറ്റത്തടി വൃക്ഷം,
എനിക്ക് ചില്ലകളില്ല. അപ്പൊ ഇപ്പോഴും പല കൂട്ടുകാരും വിചാരിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഈ ഓലയില്ലേ, അല്ലെങ്കിൽ പട്ട എന്ന് പറയും ഇതിനെ, ഇത് അതിന്റെ ചില്ലകളാണെന്ന് ചിലർ ധരിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലും അല്ല കേട്ടോ. നമ്മുടെ തെങ്ങിന് ചില്ലകളില്ല. ഈ കാണുന്നത് അതിന്റെ ഇലയാണ്. അതായത് ഇവിടെ തൊട്ട് നമ്മുടെ ഇലന്റെ തണ്ടാണ്. ഇതൊക്കെ ഇലയുടെ തണ്ടാണ്. ഓക്കെ, ഇതിന് ചില്ലയല്ല, അത് ഇല എന്നാണ് പറയുക. ഫുള്ള് പട്ടേനെ അതിന് ഇല എന്നാണ് പറയുക. അതിന്റെ ഇലയാണ്. ചില്ലകളില്ല തെങ്ങിന്. പിന്നെ എന്തൊക്കെയാ പ്രത്യേകത? എന്റെ ഇലകൾ ഓല എന്നും ചിലയിടങ്ങളിൽ പട്ട എന്നും പറയും. ഓലകൾ വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കാം. പലതും നമ്മൾ ചെയ്യാൻ ഉപയോഗിക്കും കേട്ടോ. എന്റെ ഫലത്തെ നാളികേരം എന്നാണ് പറയുക. അതിൽ നിന്നും ശുദ്ധമായ വെളിച്ചെണ്ണ നിർമ്മിക്കാം, അതായത് നാളികേരത്തിൽ നിന്ന്. അടുത്തത്, നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സസ്യം. പിന്നെ എന്താ അടുത്ത ലാസ്റ്റ് വരെ, നമ്മുടെ നാട്ടിൽ എവിടെയും എന്നെ കാണാം, കേരവൃക്ഷം എന്നും എനിക്ക് പേരുണ്ട്. അടുത്തത്, നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു സസ്യത്തെ കുറിച്ച് എഴുതി നോക്കാം. അപ്പൊ നിങ്ങളോട് എഴുതിയിരിക്കുന്നത് വാഴയെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ അതും നമ്മൾ തെങ്ങി പോലെ തന്നെ വാഴയെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഞാൻ വാഴ, എന്റെ ഇലയെ വാഴയില എന്ന് പറയും. ഭക്ഷണം വിളമ്പാനും പൊതിയാനും എന്നാണ് ഇവിടെ യാ കണ്ടിട്ട് ദീർഘിട്ട് കൊടുക്കുക. പൊതിയാനും ഒക്കെ ഞാൻ സഹായിക്കുന്നു. വിശേഷ ദിവസങ്ങളിൽ വാഴയില ഇല്ലാതെ എന്ത് സദ്യ അല്ലേ കൂട്ടുകാരെ? അല്ലേ? വാഴയിലയിൽ നമ്മളെ സദ്യ ഉണ്ടാതെ എന്ത് വിശേഷം അല്ലേ? എന്റെ തണ്ടിനെ വാഴത്തണ്ട് എന്ന് പറയും. ചിലയിടങ്ങളിൽ ഉണ്ണിത്തണ്ട് എന്നും പറയും കേട്ടോ. അതെ, നമ്മൾ ഉണ്ണിത്തണ്ട് എന്ന് ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ണിത്തണ്ട് എന്നൊക്കെയാണ് പറയുക കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ നിങ്ങളുടെ ഭാഗങ്ങളിൽ എന്താണ് പറയാന്ന് കമന്റ് ചെയ്യുക. അത് ഉപയോഗിച്ച് തോരനും കൂട്ടും എല്ലാം ഉണ്ടാക്കാം. നല്ല സ്വാദായിരിക്കും. പിന്നെ എന്റെ കായയെ കുറിച്ച് പറയാം. പഴുക്കുന്നത് വരെ വാഴക്കായ എന്ന് പറയും. അതിനെ ഒരു പച്ചക്കറി ഇനത്തിൽ ഉൾപ്പെടുത്തും. വാഴക്കായ ഉപയോഗിച്ച് ധാരാളം കറികൾ ഉണ്ടാക്കാം. അവൻ പഴുത്തു കഴിഞ്ഞാൽ വാഴപ്പഴം എന്ന് പറയും. അതിനെ പഴവർഗ്ഗത്തിൽ ഉൾപ്പെടുത്തും. പിന്നെ ഏറ്റവും പോഷകങ്ങൾ ഉള്ളത് എന്റെ വാഴക്കൂമ്പിനാണ്. അത് ഉപയോഗിച്ചതും ധാരാളം കറികൾ ഉണ്ടാക്കാം. ഒരുപാട് പോഷകങ്ങൾ എന്നിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ പല വാക്കുകളും നമ്മൾ ഓരോ ഭാഗങ്ങളും ഓരോ രീതിയിലാണ് പറയുക കേട്ടോ. നമ്മുടെ വാഴക്കായ, അതുപോലെ തന്നെ ഉണ്ണിത്തണ്ട് എന്നൊക്കെ നമ്മുടെ ഭാഗത്ത് പറയണതാണ്. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് എന്താ പറയാന്നുള്ളത് കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ വാഴയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് അറിയുന്ന മറ്റൊരു സസ്യത്തെ കുറിച്ച് എഴുതാം. അടുത്തത് എന്താണ്? കടങ്കഥയാണ്. ആരാണ്? തോട്ടുവക്കിൽ തൊടിയിൽ ഇടവഴിയിലും ഇലവിരിക്കും, പൂത്തു പുഞ്ചിരിക്കും, മുള്ളുള്ള കൂട്ടരാണെങ്കിലും ഞങ്ങൾ തൊട്ടുനോക്കലിൽ പിണങ്ങി നിൽക്കും. തൊട്ടാവാടി. നമുക്ക് തൊട്ടുനോക്കലിൽ പിണങ്ങി നിൽക്കുമ്പോൾ നമുക്ക് ഒറ്റ ഉത്തരേ ഉള്ളൂ, എന്തേ? തൊട്ടാവാടി. അടുത്തത്, ഊന്നിക്കയറാൻ ഊന്നൽ വേണം, പടർന്നു വളരാൻ പന്തൽ വേണം, വിരലുകൾ പോലില്ല, പൂക്കൾ മഞ്ഞ, തോരണമായി തൂക്കിയ കായ്കൾ, കായിൽ മുള്ള്, രുചിയിൽ കയ്പ്, കറിയിൽ ഗുണമിവനാരാവാം. രുചിയിൽ കയ്പ് ആരായിരിക്കും? അതെ, കയ്പയ്ക്ക. നമ്മൾ ചിത്രം കൂടെ കൊടുത്തിട്ടുണ്ട്. അടുത്തത്, പൂവിൽ നിന്നും കായ വിരിഞ്ഞാൽ കാലിൽ കല്ലുകൾ കെട്ടിത്തൂക്കി താഴോട്ടെത്താൻ വലിച്ചു നീട്ടും, പന്തലിൽ വളരും ഞാനാര്? പടവലം. ഇപ്പൊ ലാസ്റ്റ് നമുക്കൊരു ചെറിയൊരു കവിതയാണ് കൊടുത്തിരിക്കുന്നത്, പാടി രസിക്കാം. നമ്മുടെ കവിതയുടെ പേര് മരം. ആരെഴുതിയ കവിതയാണ്? അതെ, കവയത്രി സുഗതകുമാരി എഴുതിയിട്ടുള്ള കവിതയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. കാട്ടിലെ കിളികൾക്കും മരം വേണം, നാട്ടിലെ മനുഷ്യർക്കും മരം വേണം, പറക്കുന്ന തുമ്പിക്കും ചിരിക്കുന്ന കുഞ്ഞിനും മരിക്കുന്ന വൃദ്ധനും മരം വേണം, ശ്വസിക്കുവാൻ പ്രാണനായി മരം വേണം, കുടിക്കുവാൻ ജലമായി മരം വേണം, വിശപ്പിന് പഴമായി മരം വേണം, എരിയുവാൻ വിറകായി മരം വേണം, വിണ്ണിന്റെ മഴയായി മരം വേണം, മണ്ണിന്റെ ഉയിരായി മരം വേണം, കണ്ണിന് കുളിരായി മരം വേണം, ഞങ്ങൾക്ക് തുണയായി മരം വേണം, വെട്ടല്ലേ വെട്ടല്ലേ വലിയോരെ, വിറ്റുകാശാക്കല്ലേ പെരിയോരെ, കാടിതു ഞങ്ങൾക്കു വീടാണ്, വീട് മുടിക്കല്ലേ ഉടയോരെ. നല്ല കവിത അല്ലെ? ആ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ കവിതയിൽ പറയുന്നത്. മരം മുറിക്കരുത്, വരും തലമുറ പറയാണ് മരം മുറിച്ച് നാട് നശിപ്പിക്കരുത്, നമ്മുടെ ലോകം നശിപ്പിക്കരുത് എന്ന് പറയുകയാണ് അല്ലെ കവിതയിലൂടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.